നമസ്കാരം. ലെബനനിലും സിറിയയിലും ആഞ്ഞടിച്ച് ഇസ്രായേൽ സൈന്യം. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ട് രാജ്യങ്ങളിലുമുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. സിറിയയിലെ ഡമാസ്കസിൽ ഒരു അപ്പാർട്ട്മെൻറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. ഈ അപ്പാർട്ട്മെൻറ്റ് ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ വകയായിരുന്നു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ലെബനനിലും വടക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഡമാസ്കസിലെ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്നവർ ലെബനൻകാരായ ഹിസ്ബുള്ള പ്രവർത്തകരായിരുന്നു എന്നാണ് ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വടക്കൻ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. 2011 സിറിയയിൽ ആഭ്യന്തര കലാപം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ സൈന്യം അനേകം തവണയാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് ഇസ്രായേൽ സൈന്യം ലെബനനിലേക്ക് നേരിട്ടെത്തി യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിരുന്നു. ഇന്നലെ ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 23 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇവരിൽ 7 കുട്ടികളും ഉൾപ്പെടുന്നു. ബെയ്റൂട്ടിന് സമീപം ഹിസ്ബുള്ള ആധിപത്യം പുലർത്തുന്ന അൽമട്ട് എന്ന ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത്. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ സിറിയയിൽ ഇസ്രായേൽ തകർത്ത അപ്പാർട്ട്മെൻറ്റ് ഹിസ്ബുള്ളയുടേതല്ല എന്നാണ് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധി വ്യക്തമാക്കുന്നത്. വടക്കൻ ഗാസയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ഫലസ്തീൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇവിടെ 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ തീവ്രവാദികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗാസ നഗരത്തിലെ ഒരു വീട്ടിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് സർക്കാരിൽ മന്ത്രിയായ വേൽ അൽ ഖൗറും ഭാര്യയും 3 മക്കളും കൊല്ലപ്പെട്ടു. ലെബനനിലെ മുൻ പ്രധാനമന്ത്രിയെ വധിച്ച കേസിലെ പ്രതിയായ സലീം ജമീൽ അയേഷും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൗദി മാധ്യമങ്ങൾ അറിയിക്കുന്നു. ഇയാളുടെ തലയ്ക്ക് അമേരിക്ക $10 ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു. 2005 ലബനീസ് പ്രധാനമന്ത്രിയായിരുന്ന റഫീഖ് ഹരീരിയെ വധിച്ച കേസിലെ പ്രധാന പ്രതിയാണ് അയേഷ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ കൊല്ലപ്പെട്ടു. മുഹമ്മദ് അബു സഹീലാണ് കൊല്ലപ്പെട്ടത്. ഹമാസുമായി കൂടി ചേർന്ന് ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ഏകോപന ചുമതല ഇയാൾക്കായിരുന്നു. ഇയാൾ ഒളിച്ചിരുന്ന ഒരു സ്കൂളിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും കൊല്ലപ്പെട്ടിട്ടും ഇപ്പോഴും അവർ ചില മേഖലകളിൽ ശക്തമാണ് എന്ന വ്യക്തമായ സൂചനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. പല തീവ്രവാദി നേതാക്കളും സ്കൂളുകളിലും ജനവാസ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ആക്രമണം നടത്തിയാൽ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുമെന്നും അതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേലിൻ്റെ തലയ്ക്ക് കെട്ടിവയ്ക്കാം എന്നുമാണ് തീവ്രവാദി നേതാക്കൾ പൊതുവെ കരുതിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇപ്പോൾ അതൊന്നും കണക്കാക്കാതെ ജനവാസ മേഖലയാണെങ്കിലും സ്കൂളാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും തീവ്രവാദികൾ അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞാൽ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തി അവരെ വധിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പതിവാക്കിയിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ സാധാരണക്കാരായ പല ഫലസ്തീൻ പൗരന്മാരും അല്ലെങ്കിൽ ലെബനീസ് പൗരന്മാരും ഒക്കെ തന്നെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് കൂടി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഇനി അങ്ങോട്ട് എല്ലാവിധ പിന്തുണയും ലഭിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഈ 3 മേഖലകളിലും അതിശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ ഈ തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതും. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നത്. കൂടാതെ അമേരിക്ക ആകട്ടെ ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ധാരണയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമൊക്കെ ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. F-35 ഇനത്തിൽപ്പെട്ട നിരവധി വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നത്. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയൊക്കെ മേൽ വിജയം നേടിയതായി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ശരിക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് അക്കാര്യം വ്യക്തവുമാണ്.